ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അഞ്ചാമത്തെ മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സീക്വൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സീക്വൻസിങ് പ്രോബ്ലം തന്നെ പല ടൈപ്പിലുണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് സീക്വൻസിങ് ആണ് സീക്വൻസിങ് ഓഫ് 2 മെഷീൻസ് ആൻഡ് n ജോബ്സ് എന്ന് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ 2 മെഷീൻ ഈ പ്രോബ്ലത്തിലുണ്ടായിരിക്കും, 2 മെഷീൻ ഉണ്ടായിരിക്കും. n ജോബ്സ് എന്ന് പറഞ്ഞാൽ 5 ജോബാവും, 10 ജോബാവും, 15 ജോബാവും, എത്രയാണെന്ന് വെച്ചാൽ അതിന് ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാണ് n ജോബ്സ് എന്ന് പറയുന്നത്. പക്ഷേ മെഷീൻസിൻ്റെ എണ്ണം 2 ആയിരിക്കും, 2 മെഷീൻസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പം സീക്വൻസിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. സീക്വൻസിങ് എന്താണെന്ന് വെച്ചാൽ എന്ത് ഓർഡറിലാണ് ഈ വർക്ക് ചെയ്ത് തീർക്കേണ്ടത്, അതിനെയാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രോബ്ലത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഇപ്പോൾ നോക്കുക, 2 മെഷീൻസ് ഉണ്ട്, M1 എന്നും M2 എന്നും പറയുന്ന 2 മെഷീൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സീക്വൻസിങ് ഓഫ് 2 മെഷീൻസ് എന്ന് പറയുന്നത്. 2 മെഷീൻസാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ എപ്പോഴായിരുന്നാലും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ 2 മെഷീൻസ് മാത്രമേ തന്നിരിക്കത്തുള്ളൂ. അതാണ് സീക്വൻസിങ് ഓഫ് 2 മെഷീൻസ്, അതിനുള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ 2 മെഷീൻസ് ആയിരിക്കും. ഇവിടെ ഇതിപ്പം M1 നമുക്ക് ലെയ്ത്ത് എന്നും M2 ഷേപ്പർ എന്നും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ആയിരിക്കും, സെയിം മെഷീൻ ആയിരിക്കത്തില്ല, രണ്ടും ലെയ്ത്ത് വരത്തില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷീൻസ് എടുത്തുള്ളൂ. ഒന്നിനെ നമുക്ക് ലെയ്ത്തായിട്ടും രണ്ടാമത്തേന് ഷേപ്പറായിട്ട് നമ്മൾ തൽക്കാലം എടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ മെഷീൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻസിൽ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഏത് വർക്ക് പീസ് ആയിരുന്നാലും ആദ്യം M1 എന്ന മെഷീനിലോട്ട് കയറും. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിളാണെങ്കിൽ ലെയ്ത്ത് ആയിരിക്കും. ആദ്യം ലെയ്ത്ത് എന്ന മെഷീനിലോട്ട് കയറും, അതിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഷേപ്പർ എന്ന മെഷീനിലോട്ട് വരുന്നത്. അപ്പം ഏതൊക്കെ വർക്ക് പീസ് വന്നാലും ഈ ഒരു റൂട്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്. ആദ്യം M1 എന്ന് പറയുന്നത്, അതായത് ലെയ്ത്ത് എന്ന മെഷീനിലോട്ട് കയറുന്നു, അതിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം M2 എന്ന് പറയുന്ന മെഷീനിലോട്ട് കയറുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണ് 5 ജോബ്സ് ഇവിടെ ഉണ്ട്, ABCDE 5 ജോബ്സ് ഇവിടെ ഉണ്ട്. ഈ ജോബ്സിനെ നോക്കുകയാണെങ്കിൽ വർക്ക് പീസ് എന്ന് വേണമെങ്കിൽ പറയാം. 5 വർക്ക് പീസ് അവിടെ വന്ന് നിൽപ്പുണ്ട്. 5 വർക്ക് പീസ് ഒരുമിച്ച് വന്നങ്ങ് നിൽക്കുകയാണ്. 5 വർക്ക് പീസ് വന്ന് നിൽപ്പുണ്ട്. അപ്പം ഏറ്റവും ആദ്യം ഏത് വർക്ക് പീസിനെ നമുക്ക് ഈ മെഷീനിലോട്ട് കയറണം, രണ്ടാമത് ഏത് വർക്ക് പീസ് നമുക്ക് മെഷീനിലോട്ട് കയറ്റണം. അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ തീരുമാനിക്കണം, ആ ഓർഡർ കണ്ടുപിടിക്കണം. അതിനെയാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വർക്ക് പീസ് എന്ന് പറഞ്ഞു. ചിലപ്പം വർക്ക് പീസ് എല്ലാം സെയിം ഒരേ ഷേപ്പിലുള്ള ഒരേ സൈസിലുള്ള വർക്ക് പീസ് തന്നെയായിരിക്കും. പക്ഷേ ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ഷേപ്പിലോട്ടാണ് മാറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ എന്ന് പറയുന്ന വർക്ക് പീസ് അത് ലെയ്ത്തിൽ 5 മിനിറ്റ് ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. 5 മിനിറ്റിൽ ലെയ്ത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്യും. അതിനുശേഷം അതിന് ഷേപ്പറിലോട്ട് കയറ്റുന്നു, ഷേപ്പറിൽ 2 മിനിറ്റ് ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സാമിന് 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എക്സാമിന് ചിലപ്പം 2 മിനിറ്റ് എന്നായിരിക്കും, ചിലപ്പോൾ മണിക്കൂർ എന്നൊക്കെ ആയിരിക്കും തരുന്നത്. എന്തായിരുന്നാലും മിനിറ്റ് ആയിരുന്നാലും മണിക്കൂറായിരുന്നാലും അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല, എല്ലാം ഒരേ യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന വർക്ക് പീസ്, ഇവിടെ വർക്ക് പീസ് എന്ന് നമ്മൾ പറയത്തില്ല, ജോബ് എന്നാണ് പറയുന്നത് എന്തായാലും. അപ്പോൾ എന്ന് പറയുന്ന വർക്ക് പീസ് ലെയ്ത്തിൽ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നു, അത് ലെയ്ത്തിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഷേപ്പറിൽ 2 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഷേപ്പറിലും കൂടെ 2 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അതേസമയം എന്ന് പറയുന്ന ജോബാണ്, എന്ന് പറയുന്ന വർക്ക് പീസ് ആണെങ്കിൽ ലെയ്ത്തിൽ 9 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നു. കാരണം വേറെ ഒരു കമ്പോണൻ്റാണ് എന്ന് പറയുന്നത്, വേറൊരു കമ്പോണൻ്റ് ഉണ്ടാക്കി എടുക്കാനുള്ളതാണ്. അത് 9 മിനിറ്റ് ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് 7 മിനിറ്റ് ഷേപ്പറിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടിലും വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ 5 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ് നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത്. മേ ബി അതിൻ്റെ വർക്ക് പീസ് എന്ന് പറയുന്ന സെയിം ഷേപ്പിലും സൈസിലുള്ള വർക്ക് പീസ് തന്നെയായിരിക്കും, പക്ഷേ എന്തായാലും ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റിയാണ്. അപ്പോൾ ഇവിടെ 5 ജോബുണ്ട്, അതായത് 5 ഡിഫറെൻറ്റ് വർക്ക് പീസ് ഉണ്ട്, അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ ഓരോ M1 എത്ര മിനിറ്റ് വെച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്നും M2 എത്ര മിനിറ്റ് വെച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്നും ഇവിടെ പ്രോസസ്സിങ് ടൈം ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ മിനിറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. പ്രോസസ്സിങ് ടൈം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം ഇപ്പോൾ ABCDE 5 ജോബുണ്ട്, അത് 5 പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. 5 വർക്ക് പീസ് വന്ന് നിൽപ്പുണ്ട്, എല്ലാം ഒരുമിച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഏത് വർക്ക് പീസാണ് നമ്മൾ മെഷീൻ 1 കയറുന്നത്. എപ്പോഴും മെഷീൻ 1 ഏറ്റവും ആദ്യം കയറ്റത്തുള്ളൂ. മെഷീൻ 1 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെഷീൻ 2 കയറത്തുള്ളൂ. ഇവിടെ മെഷീൻ 1 എന്ന് പറഞ്ഞാൽ ലെയ്ത്തും മെഷീൻ 2 എന്ന് പറഞ്ഞാൽ ഷേപ്പറുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഏത് വർക്ക് പീസിനെയാണ് മെഷീൻ 1 കയറ്റേണ്ടത്? എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള വർക്ക് പീസിനെയാണോ ആദ്യത്തെ മെഷീനിലോട്ട് കയറ്റുക, അത് B എന്ന് പറയുന്ന വർക്ക് പീസാണോ ആദ്യത്തെ മെഷീനിലോട്ട് കയറ്റുക, അതോ D എന്ന വർക്ക് പീസിനെ ആദ്യത്തെ മെഷീനിലോട്ട് കയറ്റണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഏറ്റവും ആദ്യം ഏത് വർക്ക് പീസിനെ കയറ്റണം, രണ്ടാമത് ഏത് വർക്ക് പീസിനെയാണ് കയറ്റാനുള്ളത്, മൂന്നാമത്തെ ഏത് ജോബാണ് ചെയ്യേണ്ടത്, നാലാമത്തെ ജോബ് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സീക്വൻസ്
നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ 5 വർക്ക് ഇവിടെ വന്ന് നിൽപ്പുണ്ട്, നമുക്ക് വേണം റാൻഡമായിട്ട് എന്നാൽ പിന്നെ സി എന്ന് പറയുന്ന വർക്ക് നമുക്ക് ആദ്യം ചെയ്യാം, അത് കഴിഞ്ഞ് ബി എന്ന വർക്ക് നമുക്ക് രണ്ടാമത് ചെയ്യാം, അത് കഴിഞ്ഞ് ഡി എന്ന വർക്ക് നമുക്ക് മൂന്നാമത് ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് പറയാം. പക്ഷേ അങ്ങനെ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഐഡിയൽ ടൈം, അതായത് ഈ ചില പ്രോസസ്സിൻ്റെയും ഓരോന്നും ഡിഫറൻ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഈ എന്ന് പറയുന്ന ജോബാണെങ്കിൽ ലെയ്ത്തിൽ, അതായത് ആദ്യത്തെ മെഷീനിൽ 10 മിനിറ്റ് നേരം വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഷേപ്പിൽ 4 മിനിറ്റാണ് വർക്ക് ചെയ്യുന്നത്. വേറെ ഒരെണ്ണം ലെയ്ത്തിൽ 1 മിനിറ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഷേപ്പിൽ 6 മിനിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മെഷീൻസിൽ ഐഡിയൽ ടൈം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ രണ്ടാമത്തെ മെഷീൻ കുറേ നേരം ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യത്തെ മെഷീൻ ചിലപ്പോൾ കുറച്ച് നേരം ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അതായത് മെഷീൻ വർക്ക് ചെയ്യാതെ ഐഡിയൽ ടൈം ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഐഡിയൽ ടൈം ഉണ്ടാവുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞിരിക്കണം. ഒന്നുകിൽ ഐഡിയൽ ടൈം 0 ആയിരിക്കണം, അതായത് ഒരു ടൈം റെസ്റ്റ് ഇല്ലാതെ മെഷീൻ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ കമ്പനിക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. മെഷീൻ എത്ര നേരം വെറുതെ ഇരിക്കുന്നു അത്രയും കമ്പനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പോൾ ഐഡിയൽ ടൈം മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഓർഡർ നമുക്ക് അറേഞ്ച് ചെയ്യണം, ഈ ഓർഡർ നമുക്ക് തീരുമാനിക്കണം. ഇവിടെ ഇപ്പോൾ നോക്കുക, ഈ പ്രോബ്ലം ഒരു പർട്ടിക്കുലർ അൽഗോരിതം വെച്ച് ഈ ഒരു സീക്വൻസ്, കറക്റ്റായിട്ടുള്ള സീക്വൻസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ BDCEA എന്നതാണ് സീക്വൻസ്. അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തന്നിട്ട് ഈ വർക്ക് പീസുകളെല്ലാം ഒരുമിച്ച് വന്ന് നിൽക്കുകയായിരിക്കും. അതിൽ ആദ്യം മെഷീനിലോട്ട് കയറ്റുന്ന ബി എന്ന് പറയുന്ന വർക്ക് പീസ് ആയിരിക്കും. അത് ഈ ആദ്യത്തെ മെഷീനിലോട്ട് കയറ്റുന്നു, അത് 1 മിനിറ്റ് നേരം വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മെഷീനിലോട്ട് കയറുന്നു, അത് 6 മിനിറ്റ് നേരം വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത കയറ്റുന്ന വർക്ക് പീസ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന വർക്ക് പീസ് ആയിരിക്കും രണ്ടാമത് കയറ്റുന്ന, സി എന്ന് പറയുന്ന വർക്ക് പീസ് ആയിരിക്കും മൂന്നാമത് കയറ്റുന്നത്, പിന്നെ ഇ എന്ന വർക്ക് പീസ് കയറ്റും, അവസാനമായിരിക്കും എ എന്ന് പറയുന്ന വർക്ക് പീസ് മെഷീനിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പം കണ്ടെത്തിയിരിക്കുന്ന ഈ ജോൺസൺസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു അൽഗോരിതം ബേസ് ചെയ്താണ് ഈ ഒരു സീക്വൻസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ജോൺസൺസ് അൽഗോരിതം പ്രകാരം ഈ സീക്വൻസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐഡിയൽ ടൈം ഏറ്റവും കുറഞ്ഞിരിക്കും. ഏറ്റവും കുറഞ്ഞ് വരുന്ന ഐഡിയൽ ടൈം വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു സീക്വൻസ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് ജോൺസൺസ് അൽഗോരിതം. അതൊരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഈ അൽഗോരിതം ഫോളോ ചെയ്താണ് നമ്മൾ ഈ സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഐഡിയൽ ടൈം ഏറ്റവും കുറഞ്ഞിരിക്കും. അതായത് ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിലുള്ള സീക്വൻസാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഒരു സീക്വൻസാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഏത് ഓർഡറിലാണ് ഓരോ വർക്ക് പീസും ചെയ്യേണ്ടത് എന്ന സംഭവം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ, കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് പോകുമ്പോൾ മനസ്സിലാവും. ഇത് സംഭവം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അസംഷൻസ് നമ്മൾ വായിക്കുക, എന്നാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സീക്വൻസ് കണ്ടെത്തി എന്ന് കരുതുക. ഈ ഒരു സീക്വൻസ് ഈ ജോൺസൺസ് അൽഗോരിതം വെച്ച് ഈ സീക്വൻസ് കണ്ടെത്തി ബി എന്ന വർക്ക് പീസാണ് ഏറ്റവും ആദ്യം കേട്ടേണ്ടത്. അപ്പോൾ ബി എന്ന വർക്ക് പീസ് ആദ്യം ലേറ്റ് എന്ന് പറയും, M1 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലേറ്റാണ്. അപ്പോൾ ലേറ്റ് എന്ന മെഷീനിലോട്ട് കയറ്റുന്നു, അത് ഒരു മിനിറ്റ് നേരം ലേത്തിൽ സ്പെൻഡ് ചെയ്യുന്നു. ലേറ്റിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യപ്പോഴേക്കും, അതായത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന മിനിറ്റിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബി എന്ന് പറയുന്നത് ലേറ്റിലോട്ട് കയറ്റുന്നു, 1 മിനിറ്റ് നേരം അതിൽ ലേറ്റിൽ എന്തോ ഒരു ചെറിയ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഷേപ്പർ എന്ന് പറയുന്ന മെഷീനിലോട്ടും കയറ്റുന്നു. ആ ഷേപ്പർ എന്ന മെഷീനിൽ അത് 6 മിനിറ്റ് നേരം വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഷേപ്പറിലോട്ട് കയറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ടാമത്തെ വർക്ക് പീസ് ഈ ലേറ്റ് എന്ന് പറയുന്ന മെഷീനിലോട്ട് കയറ്റാൻ. കാരണം 1 മിനിറ്റ് ഈ ബി എന്ന് പറയുന്ന വർക്ക് പീസ് ലേത്തിൽ 1 മിനിറ്റ് നേരം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 1 മിനിറ്റ് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ ലേത്തിൽ നിങ്ങൾ പുറത്തെടുക്കുന്നു. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് അടുത്ത ജോബ്, അതായത് ഡി ആണ് അടുത്ത സീക്വൻസിൽ വരുന്ന അടുത്ത ജോബ്. ഡി എന്ന് പറയുന്നത് ലേറ്റിലോട്ട് കയറ്റുകയാണ്. അല്ലാതെ ഈ ബി എന്ന് പറയുന്ന വർക്ക് അത് കഴിഞ്ഞ് ഷേപ്പറിൽ പോയി ഷേപ്പറിലുള്ള വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നതുവരെ അടുത്ത ജോബ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലേത്ത് അവിടെ ഫ്രീ ആയിരിക്കുകയാണ്. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ലേത്ത് അവിടെ ഫ്രീ ആവും. അപ്പം തന്നെ നമുക്ക് അടുത്ത സീക്വൻസിൽ വരുന്ന അടുത്ത ജോബ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. അതിന് ലേത്തിലൂടെ നമ്മൾ ഉടനെ തന്നെ കയറ്റുന്നു. ബി എന്ന് പറയുന്ന വർക്ക് ലേത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത ജോബായ ഡി എന്ന് പറയുന്നത് ലേത്തിലോട്ട് കയറ്റുന്നു. അത് 3 മിനിറ്റ് നേരം ലേത്തിൽ വർക്ക് ചെയ്യുന്നു. ലേത്തിൽ വർക്ക് ചെയ്ത് അത് കഴിയുമ്പം തന്നെ അടുത്ത ജോബ്, അതായത് സി ആണ് അടുത്ത ജോബിന് ലേത്തിലോട്ട് അപ്പം തന്നെ കയറ്റുന്നു. അപ്പം അങ്ങനെ കയറ്റുന്ന സമയത്ത് ഇപ്പം ബി എന്ന സംഭവം ലേത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഷേപ്പിളിലോട്ട് കയറും. അത് ഷേപ്പിളിൽ 6 മിനിറ്റിനും വർക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ ഡി എന്ന് പറയുന്നത് ലേറ്റിൽ 3 നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഡി പുറത്തിറങ്ങിയിട്ട് ഈ M2-ലുള്ള, അതായത് ഷേപ്പിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യും വരെ ഡി എന്ന് പറയുന്ന ജോബ് അവിടെ വെയിറ്റ് ചെയ്യും. ഈ വർക്ക് പീസ് വെയിറ്റ് ചെയ്യണതിൽ യാതൊരു കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല, അത് നമുക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മെഷീൻ വെറുതെ നിന്നാലാണ് നമുക്ക് നഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഐഡിയൽ ടൈമായിട്ട് നമ്മൾ മെഷീൻ എത്ര നേരം വെറുതെ ഇരിക്കുന്നു എന്നാണ് എടുക്കുന്നത്. വർക്ക് പീസ് എത്ര നേരം വെറുതെ ഇരിക്കുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല.
അപ്പം ആദ്യം ബി എന്ന് പറയുന്ന വർക്ക് പീസ് ലെയ്ത്തിൽ കയറ്റുന്നു, 1 മിനിറ്റ് കഴിയുമ്പോൾ ലെയ്ത്തിൽ നിന്ന് ഇറങ്ങുന്നു, ഉടനെ തന്നെ ഷേപ്പിലോട്ട് ഇത് കയറ്റുന്നു. ലെയ്ത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഡി എന്ന് പറയുന്ന ജോബ് ഉടനെ തന്നെ ലെയ്ത്തിലോട്ട് കയറ്റും. കാരണം അതോടെ ബി എന്ന് പറയുന്നത് ഒഴിഞ്ഞല്ലോ. ലെയ്ത്തിലോട്ട് കയറ്റും, 3 മിനിറ്റ് ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്നു, 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡി എന്ന് പറയുന്ന വർക്ക് പീസും പുറത്തിറങ്ങും. അത് പുറത്തിറങ്ങി നേരെ ഷേപ്പറിലോട്ട് കയറ്റാൻ ഒക്കത്തില്ല, കാരണം ഷേപ്പറിലൂടെ 6 മിനിറ്റിൻ്റെ വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡി എന്ന് പറയുന്ന വർക്ക് പീസ് ലെയ്ത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രയാണെന്ന് അടുത്ത ടേബിൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. 1-2 മിനിറ്റിന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ബി എന്ന് പറയുന്ന വർക്ക് ചെയ്ത് തീരാനായിട്ട്. ബി എന്ന് പറയുന്ന വർക്ക് ചെയ്ത് തീർന്ന ഉടനെ തന്നെ ഡിയിൽ നേരത്തെ ലെയ്ത്ത് ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ, ആ ഡി എന്ന് പറയുന്ന ജോബ് നേരെ ഷേപ്പറിലോട്ട് കയറ്റുന്നു. ആ ഷേപ്പറിലോട്ട് കയറ്റി 8 മിനിറ്റ് നേരം ഷേപ്പറിൽ വർക്ക് ചെയ്ത് ഷേപ്പറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് അടുത്ത സി എന്ന് പറയുന്ന അപ്പോഴേ ലെയ്ത്തിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. ആ സീനെ അപ്പോൾ തന്നെ ലെയ്ത്തിലോട്ട് അടുത്ത മെഷീനിലോട്ട് ലെയ്ത്തിലോട്ട് കയറ്റുന്നു. അപ്പോൾ അതിങ്ങനെ വർക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം വർക്ക് പീസിന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ മെഷീൻ വെയിറ്റ് ചെയ്യാതെ തന്നെ അടുത്ത ജോബ് കയറുന്നു, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോബ് കയറുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഐഡിയൽ ടൈം മിനിമൈസ് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഐഡിയൽ ടൈം 0 ആയിരിക്കണം, അല്ലെങ്കിൽ 1-2 മിനിറ്റൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഐഡിയൽ ടൈം മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു സീക്വൻസാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പല മെത്തേഡുണ്ട്. അത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ 2 മെഷീൻ എൻ ജോബ് ആണ് എങ്കിൽ ഈ ജോൺസൺസ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. ഈ അൽഗോരിതം പ്രകാരമാണ് നമ്മൾ ഈ ഒരു സീക്വൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസിങ് ഓഫ് 2 മെഷീൻസ് ആൻഡ് എൻ ജോബ്സ് ആണ്. അതായത് 2 മെഷീൻ ഇവിടെ തന്നിട്ടുള്ള പോലെ 2 മെഷീൻസും എൻ ജോബ്സും തന്നത്. എൻ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 5 ജോബ്സാണ് തന്നിട്ടുള്ളത്. 5 ആയിരുന്നാലും 10 ആയിരുന്നാലും 15 ആയിരുന്നാലും നമുക്ക് ഈ ഒരു ജോൺസൺസ് അൽഗോരിതം ഉപയോഗിച്ച് ഈ ഒരു സീക്വൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് എൻ ജോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അൽഗോരിതം എന്ന് പറയുന്ന സംഭവം ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു 5 സ്റ്റെപ്പായിട്ട് ഈ ജോൺസൺസ് അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതിപ്പം സിമ്പിളായിട്ട് വായിച്ച് നോക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് ആ ലോജിക്ക് സംഭവം എന്താണെന്ന് പറയാം. ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോജിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 സ്റ്റെപ്പ് അത് മാത്രമേ ഈ ഇതിലുള്ള നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ 4-ാമത്തെ 5-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് മിക്കവാറും അടുത്ത വീഡിയോയിലായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ കേസസിൽ മാത്രമേ 4-ാമത്തെ 5-ാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ കോമൺ ആയിട്ട് ഈ ഒരു സീക്വൻസിങ് അറേഞ്ച് ചെയ്യാനായിട്ട് ആദ്യത്തെ 3 സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ 3 സ്റ്റെപ്പ് വെച്ചിട്ടോ ഈ പ്രോബ്ലം നമ്മൾ ഈ തന്നിട്ടുള്ള പ്രോബ്ലം ആദ്യത്തെ 3 സ്റ്റെപ്പ് വെച്ചിട്ടുള്ള അൽഗോരിതം വെച്ച് നമുക്ക് ഈ സീക്വൻസ് ഉണ്ടാക്കിയെടുക്കാം. സ്പെഷ്യൽ കേസ് വരുമ്പോഴേ 4-ാമത്തെ 5-ാമത്തെ സ്റ്റെപ്പിലൂടെ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ആദ്യത്തെ 3 സ്റ്റെപ്പ് വെച്ചിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത്രയും മതി. സ്പെഷ്യൽ കേസൊന്നും അല്ല ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം. ലോജിക്ക് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സംഭവങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ നോക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 5 ജോബ്സ് ആർ പെർഫോംഡ് ഓൺ മെഷീൻ M1. നമ്മൾ നേരത്തെ കാണിച്ച അതേ ടേബിൾ തന്നെയാണ്. 5 ജോബ്സ് പെർഫോം ചെയ്യുന്നുണ്ട്. അത് ആദ്യം M1-ലോട്ടാണ് കയറുന്നത്, അത് കഴിഞ്ഞിട്ട് M2-ലോട്ട് കയറുന്നു എന്ന ആ ഒരു രീതി. നമ്മൾ M1-ലേത്തും M2-നെ ഷേപ്പർ എന്ന് പറഞ്ഞ എക്സാമ്പിളൊക്കെ ആയിട്ട് എടുത്തു. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന 5 ജോബ്സ് വരുന്നുണ്ട്. ഈ 5 ജോബ്സ് ആദ്യം M1-ലോട്ടാണ് കയറുന്നത്, അതിനുശേഷം M2-ലോട്ട് കയറുന്നു. ടൈം ടേക്കൺ ബൈ ഈച്ച് ജോബ് ഓൺ ഈച്ച് മെഷീൻ ഈസ് ഗിവൺ ബിലോ ഇൻ മിനിറ്റ്സ്. ഓരോ ജോബ്, അതായത് ഓരോ വർക്ക് പീസും ഓരോ മെഷീനിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നു എന്ന ആ ഒരു പ്രോസസ്സിങ് ടൈം ഇവിടെ മിനിറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മിനിറ്റ്സിലായിരിക്കാം, ചിലപ്പോൾ അവേഴ്സിലായിരിക്കാം തന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്. ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം സീക്വൻസ് ഓഫ് ജോബ്സ്. അതായത് ഈ ഒരു സീക്വൻസ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സീക്വൻസ് ആണ് ഒപ്റ്റിമം സീക്വൻസ് ഓഫ് ജോബ്സ്. അതായത് ഏത് ഓർഡറിലാണ് ഈ ജോബ്സ് ഓരോന്ന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ സീക്വൻസ് കണ്ടെത്തണം. ആ സീക്വൻസ് കണ്ടെത്തി കഴിഞ്ഞിട്ടാണ് മിനിമം ടൈം ടു കംപ്ലീറ്റ് ഓൾ ജോബ്സ്. ഈ എല്ലാ ജോബും ചെയ്യാനായിട്ട് ടോട്ടൽ എത്ര ടൈം എടുക്കും എന്ന സംഭവം, മിനിമം ടൈം ടു കംപ്ലീറ്റ് ഓൾ ദി ജോബ്സ് അത് കണ്ടെത്താനുണ്ട്. അപ്പോൾ അതിന് ആദ്യം സീക്വൻസാണ് കണ്ടെത്തേണ്ടത്. ആ സീക്വൻസ് ബേസ് ചെയ്ത് നമ്മൾ ഈ ഓരോ ഇതും ഇപ്പം ഏത് മിനിറ്റിൽ കയറുന്നു, ഏത് മിനിറ്റിൽ കംപ്ലീറ്റ് ആവുന്നു, അടുത്ത ജോബ് ഏത് മിനിറ്റിൽ കയറുന്നു, ആ ജോബ് അടുത്ത മെഷീനിലോട്ട് ഏത് മിനിറ്റിൽ കയറുന്നു, എപ്പം കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേബിൾ ഫോം ചെയ്തെടുക്കപ്പോഴേക്കും അതിൽ നിന്ന് നമുക്ക് ഈ മിനിമം ടൈം ടു കംപ്ലീറ്റ് ഓൾ ജോബ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സീക്വൻസാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഏത് ഓർഡറിലാണ് സംഭവം വർക്ക് ചെയ്യേണ്ടതെന്ന് ആ ഒരു ഓർഡർ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് ജോൺസൺസ് അൽഗോരിതം എന്ന അൽഗോരിതമാണ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യൽ കേസൊന്നുമില്ല, ഇത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് ജോൺസൺസ് അൽഗോരിതത്തിൽ ആദ്യത്തെ 3 സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സീക്വൻസ് കണ്ടെത്താം. ഇവിടെ നോക്കുക, പല സ്റ്റേജ് വെച്ചിട്ടാണ് ഞാൻ ഇത് സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ 5 സ്റ്റേജ് വരെയൊക്കെ പോയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം നോക്കുക, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസിന് മാറ്റമൊന്നുമില്ല. ഏത് സ്റ്റേജിൽ പോയാലും ഈ വാല്യൂസിന് മാറ്റമൊന്നുമില്ല, സെയിം വാല്യൂസ് തന്നെയാണ്.
നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റേജ് 1-ലാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം, ഈ തന്നിട്ടുള്ള എല്ലാം പ്രോസസ്സിംഗ് ടൈമാണ്. ഓരോ ജോബും ഓരോ മെഷീനിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നു എന്ന ടൈമാണ് ഈ തന്നിട്ടുള്ളത്. അതാണ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം ഏതാണെന്ന് നോക്കുക. ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് ടൈം ഇവിടെ ഇപ്പോൾ നോക്കുക പറയാം 1 എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ടൈമാണ് ഏറ്റവും കുറവ്. അത് ഏത് ജോബാണെന്ന് നോക്കുക. അപ്പോൾ ബി എന്ന് പറയുന്ന ജോബിനാണ് ഈ 1 എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ടൈം വന്നിട്ടുള്ളത്. അത് ഏത് മെഷീനിലാണെന്ന് നോക്കുക. M1 എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ മെഷീൻ M1 എന്ന് പറയുന്ന മെഷീനിലാണ് ഈ 1 എന്ന പ്രോസസ്സിംഗ് ടൈം വരുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെഷീനിലാണ് ഏറ്റവും കുറഞ്ഞ ഈ പ്രോസസ്സിംഗ് ടൈം വരുന്നതെങ്കിൽ ആ ജോബിനെ സീക്വൻസിൻ്റെ ആദ്യം കൊണ്ട് പ്ലേസ് ചെയ്യും. അതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത്. അതായത് പ്രോസസ്സിംഗ് ടൈം, ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് ടൈം കണ്ടെത്തുക. ആ പ്രോസസ്സിംഗ് ടൈം വരുന്ന ജോബ്, ഇവിടെ 1 ആണ് പ്രോസസ്സിംഗ് ടൈം, ആ പ്രോസസ്സിംഗ് ടൈം വരുന്നത് ബി എന്ന് പറയുന്ന ജോബിനാണ്. ആ പ്രോസസ്സിംഗ് ടൈം വരുന്നത് ആദ്യത്തെ മെഷീനിലാണ് ആ പ്രോസസ്സിംഗ് ടൈം വരുന്നതെങ്കിൽ അത് സീക്വൻസിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിലോട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അതേസമയം ഈ വരുന്ന പ്രോസസ്സിംഗ് ടൈം ഏത് ജോബാണോ ആ പ്രോസസ്സിംഗ് ടൈം വരുന്നത് രണ്ടാമത്തെ മെഷീനിലാണെങ്കിൽ ആ വരുന്ന ജോബിനടുത്ത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ബി എന്ന് പറയുന്ന ജോബാണ് വരുന്നത്. അത് ആദ്യത്തെ മെഷീനിലാണ് ആ ഒരു പ്രോസസ്സിംഗ് ടൈം വന്നത്. അപ്പോൾ ആദ്യത്തെ മെഷീനിൽ വന്നുകൊണ്ട് ബി എന്ന് പറയുന്ന ആ ഒരു ജോബ് സീക്വൻസിൻ്റെ ഏറ്റവും ആദ്യം കൊണ്ടങ്ങ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ബി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ആ വർക്ക് പീസ് ആയിരിക്കും ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ അതിൻ്റെ സീക്വൻസിൻ്റെ ആദ്യത്തെ കൊണ്ട് പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് കഴിയുമ്പോഴേക്കും ബി ഇവിടെ സീക്വൻസിൽ വെച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ ബി എന്ന് പറയുന്ന ആ ജോബ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അടുത്ത സ്റ്റേജിലോട്ട് പോയപ്പം ഞാൻ അവിടെ ആ ബി എന്ന് പറയുന്ന ആ സംഭവം അങ്ങ് വെട്ടിക്കളഞ്ഞത്. ഇനി നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബി എന്ന സംഭവം അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, സീക്വൻസിൻ്റെ ആദ്യം പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബി എന്ന സംഭവം വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കിയുള്ള പ്രോസസ്സിംഗ് ടൈം നോക്കാം. ബാക്കിയുള്ള പ്രോസസ്സിംഗ് ടൈമിൽ ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം എവിടെയാണെന്ന് നോക്കാം. ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. അത് ജോബ് എയിലാണ് വന്നത്. ഈ ജോബ് എ പ്രോസസ്സിംഗ് ടൈം 2 വന്നത്, ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈമായി 2 വന്നിരിക്കുന്നത് മെഷീൻ 2-ലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് എന്ന് പറഞ്ഞാൽ മെഷീൻ 2-ലാണ് കുറഞ്ഞ പ്രോസസ്സിംഗ് ടൈം വരുന്നതെങ്കിൽ ആ ജോബിനടുത്ത് സീക്വൻസിൻ്റെ ഏറ്റവും അവസാനമാണ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം, ആ സീക്വൻസിൻ്റെ ഏറ്റവും അവസാനം വന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ജോബും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ എ എന്ന് പറയുന്ന ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസിൻ്റെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് എ കൊണ്ട് പ്ലേസ് ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം ഏതാണെന്ന് നോക്കുന്നു. ആ വരുന്ന പ്രോസസ്സിംഗ് ടൈം ആദ്യത്തെ മെഷീനിലാണ് വരുന്നതെങ്കിൽ ആ ജോബിന് ഏറ്റവും ആദ്യം കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതേസമയം ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം വരുന്നത് രണ്ടാമത്തെ മെഷീനിലാണ് എങ്കിൽ ആ ജോബിനടുത്ത് ഏറ്റവും അവസാനം കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നല്ല, ആദ്യത്തെ മെഷീൻ രണ്ടാമത്തെ മെഷീൻ 2 മെഷീൻ മാത്രമേ ഈ പ്രോബ്ലത്തിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ വന്നപ്പോഴേക്കും 2 എന്ന പ്രോസസ്സിംഗ് ടൈമാണ് ഏറ്റവും കുറവ് വന്നത്. അത് രണ്ടാമത്തെ മെഷീനിലാണ് വന്നത്. അതുകൊണ്ട് ആ ജോബിനടുത്ത് ഏറ്റവും അവസാനം കൊണ്ട് പ്ലേസ് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റേജിലോട്ടോ സ്റ്റേജ് 3-ലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജോബിനെ അങ്ങ് അവോയ്ഡ് ചെയ്യാം, അതിനെ അങ്ങ് വെട്ടിക്കളയുന്നു, ബാക്കിയുള്ളതിൻ്റെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇനി 3-ാം സ്റ്റേജിൽ ഇനി ബാക്കിയുള്ള പ്രോസസ്സിംഗ് ടൈം നോക്കുന്നു. അതിൽ ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം ഏതാണെന്ന് നോക്കുന്നു. അതായത് 3 ആണ്. പിന്നെ വരുന്ന ഏറ്റവും ചെറിയ പ്രോസസ്സിംഗ് ടൈം അത് ആദ്യത്തെ മെഷീനിലാണ് വന്നിരിക്കുന്നത്, ആ 3 എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ടൈം. അപ്പം ആ 3 എന്ന പ്രോസസ്സിംഗ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന ജോബാണ്. അത് കൊണ്ടുവന്ന് ഇവിടെ ഏറ്റവും തുടക്കത്തിൽ വന്നു വരിക. അപ്പോൾ തുടക്കത്തിൽ വന്നെന്ന് പറഞ്ഞാൽ ഈ ബി എ കയറി അങ്ങ് റീപ്ലേസ് ചെയ്യല്, ബി എ നമ്മൾ ഏറ്റവും ആദ്യം കൊണ്ടങ്ങ് ഫിക്സ് ചെയ്തു. ഇത് ഇനി അടുത്ത ഡി എന്ന് പറയുന്ന അപ്പം വന്ന ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇതായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ സീക്വൻസിൽ രണ്ടാമത്തെ ഇതിലോട്ട് വന്നങ്ങ് പ്ലേസ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോഴേക്കും ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം ഏതാണെന്ന് നോക്കുന്നു. അത് ആദ്യത്തെ മെഷീനിലോട്ടാണെന്ന് മനസ്സിലായി. 3 ആണ് ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം, അത് ആദ്യത്തെ മെഷീനിലാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡി എന്ന് പറയുന്ന ജോബ് അടുത്ത നെക്സ്റ്റ് ടു നേരത്തെ പ്ലേസ് ചെയ്യുന്ന നെക്സ്റ്റ് ആയിട്ട് ഇവിടെ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സംഭവത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഇനി ഡി എന്ന് പറയുന്ന അങ്ങ് ഒഴിവാക്കുന്നു. ഡി എന്ന് പറയുന്ന ആ ജോബ് ഒഴിവാക്കുന്നു. അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഇനി അടുത്ത ഏറ്റവും കുറവ് പ്രോസസ്സിംഗ് ടൈം ഏതാണെന്ന് നോക്കുന്നത്. ഇവിടെ 4 ആണ് അടുത്ത ഏറ്റവും ചെറിയ പ്രോസസ്സിംഗ് ടൈം. അത് M2-ലാണ് വന്നത്. അങ്ങനെ M2-ലാണ്, അത് രണ്ടാമത്തെ മെഷീനിലാണ് വന്നതെങ്കിൽ ആ ജോബിനെ എടുത്ത് സെക്കൻഡ് ലാസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ല, അവിടെ എ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ലാസ്റ്റ് കൊണ്ടായിരിക്കും നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. അതായത് റൈറ്റ് സൈഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതായത് പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ M1 ആദ്യത്തെ മെഷീനിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള രീതിയിലായിരിക്കും അത് ഫില്ല് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ മെഷീനിലാണ് വരുന്നതെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള ഡയറക്ഷനിലോട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഇത്തിരി നേരം ഫില്ല് ചെയ്ത് വന്ന് അങ്ങനെയാണ്. അപ്പോൾ 4-ാമത്തെ സ്റ്റേജ് എത്തപ്പോഴേക്കും ഈ എന്ന് പറയുന്ന അതും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഇനി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇനി ഒരു ജോബ് മാത്രമേ ഇനി പ്ലേസ് ചെയ്യാനായിട്ടുള്ളൂ.
ആ സീക്വൻസിൽ വയ്ക്കാനുള്ളൂ. ആ സി എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, അതിനെ നേരെ എടുത്ത് അവസാനത്തെ ജോബ് ആയതുകൊണ്ട് ആ സീക്വൻസിൽ ഒഴിഞ്ഞിറങ്ങുന്ന ആ സെല്ലിലോട്ട് അങ്ങ് വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. BDCEA. ഈ ഒരു ഓർഡറിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഐഡിയൽ ടൈം മിനിമൈസ് ചെയ്തിരിക്കും, അതായത് ഹയസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഉള്ളത്. ഐഡിയൽ ടൈം മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സീക്വൻസ്. ഇപ്പോൾ ഈ സീക്വൻസാണ് നമ്മളിങ്ങനെ ഈ അൽഗോരിതം വഴി കണ്ടെത്തിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തെന്ന് പറഞ്ഞാൽ ആദ്യം സീക്വൻസ്, ഒപ്റ്റിമൽ സീക്വൻസ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിനിമം ടൈം ടു കംപ്ലീറ്റ് ഓൾ ദി ജോബ്സ്. ഇപ്പോൾ ഈ സീക്വൻസ് ബേസ് ചെയ്ത് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സീക്വൻസ് ബേസ് ചെയ്ത് നമ്മൾ വർക്കിൻ്റെ ഉള്ള ഓരോ ടൈമും, അതായത് ഓരോ മെഷീനിലോട്ട് എപ്പം കയറുന്നത്, എത്രാമത്തെ മിനിറ്റിലാണ് ഓരോ മെഷീനിലോട്ടും കയറുന്നത്, എത്രാമത്തെ മിനിറ്റിൽ ഓരോ മെഷീനിൽ നിന്ന് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത മെഷീനിലോട്ട് കയറുന്നു, ആ അടുത്ത മെഷീനിൽ എത്ര ടൈം കഴിയപ്പോഴാണ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ടേബിൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിൻ്റെ ഐഡിയൽ ടൈമും കൂടെ നമ്മളിവിടെ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഈ ടേബിൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം സീക്വൻസ് ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം B എന്ന് പറയുന്ന വർക്ക് പീസാണ്, ആ ജോബാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതവിടെ സീക്വൻസ് ഓഫ് ജോബ് പ്രകാരം എന്താ BDCEA ഇതാ ഈ ഒരു ഓർഡറിൽ തന്നെ ജോബൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടൈം തുടങ്ങുന്നത് 0 എന്ന് പറയുന്ന ടൈമിലാണ് വർക്ക് തുടങ്ങുന്നത്. അപ്പം B എന്ന് പറയുന്ന വർക്ക് ആദ്യം M1 എന്ന മെഷീനിലോട്ട് കയറ്റുന്നത് 0th ടൈമിലായിരിക്കും M1 എന്ന് പറയുന്ന മെഷീനിലോട്ട് B കയറ്റുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് M1ൽ 1 മിനിറ്റ് സ്പെൻഡ് ചെയ്യും, M2 രണ്ടാമത്തെ മെഷീനിൽ 6 മിനിറ്റും ആയിരിക്കും അത് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 0th ടൈമിൽ കയറ്റുന്നു, അത് പ്രോസസ്സിനെ 1 മിനിറ്റ് അതിൽ ആദ്യത്തെ മെഷീനിൽ വർക്ക് ചെയ്യുന്നു. ആ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പുറത്തിറങ്ങുന്നു. അതാണ് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ, അതായത് ആ 1 മിനിറ്റ് അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അത് പുറത്തോട്ടിറങ്ങുന്നു. പുറത്തോട്ടിറങ്ങിയ ഉടനെ തന്നെ അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. M2 അപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, അതിൽ വേറെ വർക്കൊന്നുമില്ല. ആ M2 എന്ന് പറയുന്ന മെഷീനിലോട്ട് അപ്പം തന്നെ കയറ്റുന്നു. ആ 1 മിനിറ്റ്, ആ ഫസ്റ്റ് മിനിറ്റ് തന്നെ M2 എന്ന മെഷീനിലോട്ട് കയറ്റുന്നു. ആ M2 എന്ന മെഷീനിൽ 6 മിനിറ്റ് അത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിവിടെ 6 മിനിറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ 6 മിനിറ്റ് വർക്ക് ചെയ്ത് 7ാമത്തെ മിനിറ്റിലായിരിക്കും, ആദ്യത്തെ മിനിറ്റിലാണ് 1 എന്ന് പറയുന്ന മിനിറ്റിലാണ് അത് കയറിയത്. 6 മിനിറ്റ് അത് വർക്ക് ചെയ്യുന്നു. 7ാമത്തെ മിനിറ്റിൽ അത് കറക്റ്റായിട്ട് പുറത്തിറങ്ങുന്നു. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട, പുറത്തിറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഐഡിയൽ ടൈം 1 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ ഐഡിയൽ ടൈം വന്നത്. ഈ ഐഡിയൽ ടൈം വന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ഈ M1 എന്ന സംഭവത്തിൽ ആദ്യം B എന്ന് പറയുന്ന ആദ്യം കയറുന്നു, 1 മിനിറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 1 മിനിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ M2 എന്ന മെഷീൻ വെറുതെ ഇരിക്കുകയാണ്, ഒരു വർക്കൊന്നും ഇല്ലാതിരിക്കുകയാണ് M2 എന്ന് പറയുന്ന മെഷീൻ. ആ 1 മിനിറ്റ് വർക്കൊന്നും ഇല്ലാതിരുന്ന ആ 1 മിനിറ്റാണ് ഇവിടെ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് വർക്ക് തുടങ്ങുന്ന സമയത്ത് ഈ ആദ്യത്തെ ജോബ് M1ൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ 1 മിനിറ്റ്, അത് ആ സമയം M2 വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഈ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുക, അടുത്ത ജോബ് എന്ന് പറഞ്ഞാൽ D എന്ന് പറയുന്ന ജോബാണ്. അത് എത്രാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ മെഷീൻ M1 എന്ന് പറയുന്ന മെഷീനോട്ട് കയറുന്നത്? ആദ്യത്തെ മിനിറ്റ് തന്നെ കയറും. അതായത് 0th ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത് 1 മിനിറ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു M1ൽ. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും M1ൽ നിന്ന് പുറത്തിറങ്ങി. ഉടനെ തന്നെ പിന്നെ അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ അത് M2യിലോട്ട് കയറ്റി, ആ വർക്കിനെ M2യിലോട്ട് കയറ്റി. അപ്പോൾ അതേ സമയം തന്നെ M1 അവിടെ വെറുതെ, പിന്നെ ആ മെഷീനിന് അടുത്ത ജോബ് അവിടെ കയറ്റാം. D എന്ന് പറയുന്ന ജോബ് ഉടനെ തന്നെ M1യിലോട്ട് അവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മിനിറ്റ് ഇവിടെ എപ്പോഴാണോ വർക്ക് കഴിഞ്ഞത് അതേ മിനിറ്റ് തന്നെ D എന്ന് പറയുന്ന ജോബ് ഈ ആദ്യത്തെ മെഷീനിലോട്ട് കയറ്റി കഴിഞ്ഞു. ഈ D എന്ന് പറയുന്ന ജോബ് ആദ്യത്തെ മെഷീനിൽ 3 മിനിറ്റും രണ്ടാമത്തെ മെഷീനിൽ 8 മിനിറ്റുമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മിനിറ്റ് തന്നെ M1യിലോട്ട് കയറ്റി അത് 3 മിനിറ്റ് അതിൻ്റെ അത് സ്പെൻഡ് ചെയ്ത് 4ാമത്തെ മിനിറ്റിലായിരിക്കും അത് പുറത്തിറങ്ങുന്നത്. ഈ 4ാമത്തെ മിനിറ്റ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ M2യിലോട്ട് അടുത്ത മെഷീനിലോട്ട് കയറ്റാൻ ഒക്കത്തില്ല. കാരണം നേരത്തെ കയറിയ ജോബ് അവിടെ 6 മിനിറ്റ് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 6 മിനിറ്റ് അത് വർക്ക് ചെയ്ത് 7ാമത്തെ മിനിറ്റിൽ മാത്രമേ ആ വർക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ 7ാമത്തെ മിനിറ്റിൽ ഈ ആദ്യത്തെ B എന്ന് പറയുന്ന ജോബ് കംപ്ലീറ്റ് ആവുന്നു. അത് കംപ്ലീറ്റ് ആയി ഇറങ്ങി ആ സമയത്ത് തന്നെ ഉടനെ ഇവിടെ നമ്മുടെ D എന്ന് പറയുന്ന ജോബ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ആ മെഷീനിലോട്ട് കയറ്റുന്നത് 7ാമത്തെ മിനിറ്റിലായിരിക്കും. അപ്പോൾ ആ മെഷീനിലോട്ട് കയറ്റുന്നത്. കാരണം 7ാമത്തെ മിനിറ്റ് വരെ ആദ്യത്തെ ജോബ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 7ാമത്തെ മിനിറ്റ് കഴിയുന്നു. 7ാമത്തെ മിനിറ്റ് തന്നെ ഈ D എന്ന് പറയുന്ന വർക്ക് M2യിലോട്ട് കയറ്റുന്നു. ആ D എന്ന് പറയുന്ന വർക്ക് 8 മിനിറ്റ് M2യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ 7ാമത്തെ മിനിറ്റിലാണ് കയറിയത്. 8 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ 15ാമത്തെ മിനിറ്റിലായിരിക്കും ഈ D എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ 4ാമത്തെ മിനിറ്റിൽ ഇവിടെ D എന്ന സംഭവം M1ൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. ഉടനെ തന്നെ നമുക്ക് അടുത്ത വർക്കിന് M1യിലോട്ട് കിട്ടുക. C ആണ് അടുത്ത വർക്ക്. C എന്ന് പറയുന്ന വർക്ക് ആദ്യത്തെ മെഷീനിൽ 9 മിനിറ്റും രണ്ടാമത്തെ മെഷീനിൽ 7 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നാലാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേക്കും D എന്ന് പറയുന്ന ജോബ് ആദ്യത്തെ മെഷീനിൽ നിന്ന് കഴിഞ്ഞു. ഉടനെ തന്നെ C എന്ന് പറയുന്ന ജോബ് ആദ്യത്തെ മെഷീനിലോട്ട് തന്നെ ഉടനെ തന്നെ കയറ്റും. 4ാമത്തെ മിനിറ്റ് തന്നെ കയറ്റുന്നു. 4ാമത്തെ മിനിറ്റ് കയറ്റുന്നു. അത് 9 മിനിറ്റ് നേരം M1ൽ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് 13ാമത്തെ മിനിറ്റിലായിരിക്കും പുറത്തിറങ്ങുന്നത്.
ഇവിടെ 13ാമത്തെ മിനിറ്റിൽ പുറത്തിറങ്ങി ഉടനെ തന്നെ M2 കയറ്റാനൊക്കത്തില്ല. കാരണം പ്രീവിയസ് ജോബ് ഡി എന്ന് പറയുന്ന ജോബ് 15ാമത്തെ മിനിറ്റ് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡി എന്ന് പറയുന്ന വർക്ക് കംപ്ലീറ്റ് ആവുന്നു. ഉടനെ തന്നെ സി എന്ന് പറയുന്ന ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സി എന്ന് പറയുന്ന ജോബ് മെഷീൻ 2 കയറ്റുന്നു. ഇവിടെ ഈ വർക്ക് പീസ് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഈ മെഷീൻ വെറുതെ നിൽക്കുമ്പോഴാണ് നമുക്ക് നഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐഡിൽ ടൈം 0 ആണ്. കാരണം ഒരു ഡിലേ ഇവിടെ വന്നിട്ടില്ല. ആദ്യത്തെ മെഷീനിൽ രണ്ടാമത്തെ മെഷീനിൽ ഒന്നും ഡിലേ വന്നിട്ടില്ല. ഇവിടെ ഒന്നാമത്തെ മെഷീനിലാണ് 1ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ജോബ് കംപ്ലീറ്റ് ആയത്. ഉടനെ തന്നെ ആ മൊമെൻറ്റ് തന്നെ രണ്ടാമത്തെ ജോബും ആദ്യത്തെ മെഷീനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 7ാമത്തെ മിനിറ്റാണ് കംപ്ലീറ്റ് ആയത്. അടുത്ത ആ 7ാമത്തെ മിനിറ്റിൽ തന്നെ അടുത്ത ജോബ് ഈ രണ്ടാമത്തെ മെഷീനിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം രണ്ട് മെഷീനും വെറുതെ നിന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഐഡിയൽ ടൈം 0 ആയിട്ട് വന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഒരു മിനിറ്റ് പോലും അത് വെറുതെ ഇരിക്കുന്നില്ല. M1 M2 എന്ന് പറയുന്ന മെഷീൻസ് വെറുതെ ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് 0 എന്ന് ഇവിടെ ഐഡിയൽ ടൈം വന്നത്. അപ്പോൾ ഇവിടെ 15ാമത്തെ മിനിറ്റിലായിരിക്കും കഴിയുന്നത്. 15ാമത്തെ മിനിറ്റിൽ തന്നെ സി എന്ന് പറയുന്ന വർക്കീസ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 13ാമത്തെ മിനിറ്റ് മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് അത് വെയിറ്റ് ചെയ്യുന്നു. വർക്ക് പീസ് വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ അത് 13ാമത്തെ മിനിറ്റ് മുതൽ വെയിറ്റ് ചെയ്യണം. 15ാമത്തെ മിനിറ്റിലായിരിക്കും കയറ്റുന്നത്. രണ്ടാമത്തെ മെഷീനിലോട്ട് കയറ്റുന്നു. അത് ഇവിടെ 7 മിനിറ്റ് നേരം അത് വർക്ക് ചെയ്യുന്നു. 22ാമത്തെ മിനിറ്റിൽ അത് പുറത്തു വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 22ാമത്തെ മിനിറ്റിലാണ് M2 വർക്ക് സി എന്ന് പറയുന്ന ജോബ് M2 എന്ന മെഷീനിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പം സി എന്ന ജോബ് ഇവിടെ M1 നിന്ന് 13ാമത്തെ മിനിറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ജോബായ സീക്വൻസ് പ്രകാരം അടുത്ത ജോബ് ആണ്. അത് 13ാമത്തെ മിനിറ്റ് തന്നെ M1 എന്ന മെഷീനിലോട്ട് കയറ്റുന്നുണ്ട്. അത് എന്ന് പറയുന്ന ജോബ് M1 10 മിനിറ്റും M2 4 മിനിറ്റും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ മെഷീനിൽ 10 മിനിറ്റാണ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 13ാമത്തെ മിനിറ്റ് കയറുന്ന ജോബ് എന്ന് പറയുന്ന ജോബ് 10 നേരം വർക്ക് ചെയ്ത് 23ാമത്തെ മിനിറ്റിലേ പുറത്തിറങ്ങുന്നുള്ളൂ. ഇവിടെ M2 സി എന്ന് പറയുന്ന ജോബ് 22ാമത്തെ മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ വെയിറ്റ് ചെയ്യണം അടുത്ത ജോബ് കയറാനായിട്ട്. 22ാമത്തെ മിനിറ്റിൽ അടുത്ത ജോബിന് നമുക്കിവിടെ കയറ്റാനൊക്കത്തില്ല. കാരണം 23 മിനിറ്റ് ആകുമ്പോഴേ എന്ന് പറയുന്ന ജോബ് M1 വർക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ അതായത് ഇവിടെ മെഷീൻ 2 1 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യണം. 22 മിനിറ്റിൽ വർക്ക് കഴിഞ്ഞുവെങ്കിലും 23ാമത്തെ മിനിറ്റിൽ അടുത്ത ജോബിന് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഐഡിയൽ ടൈം 1 ആയിട്ട് വന്നത്. 1 മിനിറ്റ് വരെ M2 വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ജോബിന് വേണ്ടി. അപ്പോൾ 23ാമത്തെ മിനിറ്റിൽ അടുത്ത ജോബ് കയറ്റുന്നു. അത് 4 മിനിറ്റ് നേരം വർക്ക് ചെയ്ത് 27ാമത്തെ മിനിറ്റിൽ പുറത്തിറങ്ങുന്നു. അപ്പോൾ 23ാമത്തെ മിനിറ്റിൽ M1 വർക്ക് കഴിഞ്ഞ ഉടനെ അവസാനത്തെ വർക്കായ അത് 23ാമത്തെ മിനിറ്റിൽ തന്നെ കയറ്റും. അത് 5 മിനിറ്റ് നേരം വർക്ക് ചെയ്യും. എന്ന് പറയുന്ന M1 5 മിനിറ്റും M2 2 മിനിറ്റും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് 5 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോഴും 28ാമത്തെ മിനിറ്റിൽ അത് പുറത്തിറങ്ങുന്നു. ഇവിടെ ശ്രദ്ധിക്കുക 27ാമത്തെ മിനിറ്റിൽ എന്ന് പറയുന്ന ജോബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി M2. എന്നിട്ട് 27ാമത്തെ മിനിറ്റിൽ ഉടനെ കയറ്റാനൊക്കത്തില്ല. കാരണം M1 വർക്ക് കഴിഞ്ഞിട്ടില്ല. 28ാമത്തെ മിനിറ്റിൽ M1 വർക്ക് ഫസ്റ്റ് മെഷീനിലെ വർക്ക് കഴിയത്തുള്ളൂ. 28ാമത്തെ മിനിറ്റിൽ വർക്ക് കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ M2 എന്നത് കയറുന്നു. 1 മിനിറ്റ് അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 28ാമത്തെ മിനിറ്റിൽ M2 കയറുന്നു. 2 മിനിറ്റ് നേരം വർക്ക് ചെയ്യുമ്പോഴേക്കും 30ാമത്തെ മിനിറ്റിൽ അത് പുറത്തിറങ്ങുന്നു. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ 27ാമത്തെ മിനിറ്റിൽ വർക്ക് കംപ്ലീറ്റ് ആയെങ്കിലും 28ാമത്തെ മിനിറ്റിൽ അടുത്ത ജോബ് കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 1 മിനിറ്റ് നേരം അത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതാണ് ഇവിടെ ഐഡിയൽ ടൈം 1 എന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവം വന്ന് ഈ ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ടോട്ടൽ എത്ര സമയം എടുത്തു ഈ എല്ലാ 5 വർക്കും കൂടെ 2 മെഷീനിലുമായിട്ട് 5 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ എത്ര ടൈം എടുത്തു എന്നുള്ള സമയം ഇവിടെ നമുക്ക് 30 എന്ന് കിട്ടി. അതാണ് മിനിമം ടൈമാണ് 30 എന്ന് പറയുന്നത്. അതാണ് മിനിമം ടൈം ടു കംപ്ലീറ്റ് ഓൾ ജോബ്സ് എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത്. അതായത് ഐഡിയൽ ടൈം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഐഡിയൽ ടൈം 0 ആവുന്നില്ല, പക്ഷേ ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ടോട്ടൽ ടൈമാണ് നമുക്കിവിടെ കിട്ടിയത്. അത് 30 എന്നിവിടെ കിട്ടുന്നു. ടോട്ടൽ ഐഡിയൽ ടൈം ഇൻ മെഷീൻ 2 എന്നുള്ളത് 3 മിനിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കൗണ്ട് ചെയ്തെടുക്കുമ്പോഴേക്കും 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ആദ്യം മെഷീൻ 2 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തു. ഇവിടെയും മെഷീൻ 2 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തു. ഈ സ്റ്റെപ്പിലും മെഷീൻ 2 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ മൊത്തം 3 മിനിറ്റ് നേരം മെഷീൻ 2 ഐഡിയൽ ടൈമായിട്ട് വന്നു. അതായത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു വർക്കൊന്നും ചെയ്യാതെ ടോട്ടൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് മെഷീൻ 2 3 മിനിറ്റ്സ് ആണ്. അതേസമയം മെഷീൻ 1 ഐഡിയൽ ടൈം 2 മിനിറ്റ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ മെഷീൻ 1 എപ്പോഴാണ് വെറുതെ എഴുതുന്നത്? മെഷീൻ 1 വെറുതെ എഴുതുന്നത് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഈ എന്ന് പറയുന്ന ജോബ് 28ാമത്തെ മിനിറ്റിൽ ഇവിടുന്ന് പുറത്തിറങ്ങി. 28ാമത്തെ മിനിറ്റിൽ പുറത്തിറങ്ങി ഉടനെ തന്നെ M2 കയറ്റി. M2 കയറ്റി 2 മിനിറ്റ് നേരം വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ M2 വർക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പിന്നെ വർക്കൊന്നുമില്ല M1 ചെയ്യാനായിട്ട്. പിന്നെ ഈ M2 വർക്ക് ചെയ്ത് തീരും വരെ M1 എന്ന് പറയും മെഷീൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആ 2 മിനിറ്റ് നേരമാണ് ഈ ടോട്ടൽ ഐഡിയൽ ടൈം മെഷീൻ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 2 മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് M2 എത്ര നേരം ഈ അവസാനത്തെ ജോബ് സ്പെൻഡ് ചെയ്തു അതാണ്. അപ്പോൾ അത്രയും സമയം M1 എന്ന് പറയുന്ന മെഷീൻ വെറുതെ ഇരിക്കുകയാണ്, വേറെ വർക്കൊന്നുമില്ല, ജോബെല്ലാം തീർന്നു. അപ്പം അങ്ങനെ ഐഡിയലായിട്ടിരിക്കുകയാണ്. അതാണ് ഈ M1 ഐഡിയൽ ടൈം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് കോളോ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് കണ്ടെത്താം. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ടോട്ടൽ ഐഡിയൽ ടൈം ഇൻ മെഷീൻ 1 എന്ന് പറഞ്ഞ് 2 മിനിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം സോൾവ് ചെയ്യുന്നത്. അപ്പം പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ടോട്ടൽ ടൈമും ഐഡിയൽ ടൈമും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസ് കണ്ടെത്തുന്നത്.
അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, സ്പെഷ്യൽ കേസൊന്നുമല്ല, സാധാരണ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസിങ് പ്രോബ്ലമാണ്. ഇത് ജോൺസൺസ് അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ഈ സ്പെഷ്യൽ കേസ് എന്ന് ഞാൻ പറഞ്ഞു, അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു. സ്പെഷ്യൽ കേസ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരേ മെഷീനിൽ തന്നെ ഈ പ്രോസസ്സിങ് ടൈം സെയിം ആയിട്ട് രണ്ടെണ്ണം. ഇപ്പോൾ ഇവിടെയും ഇവിടെയും ആണെങ്കിൽ ഏത് മെഷീൻ ആദ്യം കയറണം എന്നുള്ള കാര്യം ഉറപ്പത്തി, ഏത് ജോബ് മെഷീനിലോട്ട് കയറണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനത്തെ കേസൊക്കെയാണ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ അതിൻ്റെ ആവശ്യം വന്നില്ല. അത് അടുത്ത വീഡിയോയിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്നാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.